ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മെയ് 16 വിപിൻ ദാസ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജനൊക്കെയാണ്. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരെയും മെൻഷൻ ചെയ്യുന്നില്ല. എന്നാലും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സിനിമ കണ്ടു. സിനിമ ഒരു ഗംഭീര സിനിമ തന്നെ, വാക്കുകളില്ല പറയാൻ. കാരണം വെച്ചാൽ നീതി പുലർത്തുന്ന ഒരു സിനിമ തന്നെ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പഴയ സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലും ഈ സിനിമയുടെ ക്ലൈമാക്സ് തരുന്നുണ്ട്. കാരണം എക്സാമ്പിൾ ഞാൻ പറയുന്നത്, കൂട്ടയടി, ഒരു കല്യാണത്തിന് പോകുന്ന കൂട്ടയടിയും ആ ഗുരുവായൂർ അമ്പല സെറ്റും 4 കോടി രൂപ സെറ്റ് ഇട്ടാണ് അവർ ചെയ്ത്. കിട്ടിലോട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർ കൂട്ടയടിയുടെ ഇത് എല്ലാവരും പഴയ സിനിമയിൽ എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്ന ഒരു കൂട്ടയടിയിലാണ്. ആ കൂട്ടയടി ഇവിടെ നല്ല വൃത്തി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നത്. കാരണം പിന്നെ ബേസിൽ ജോസഫും പൃഥ്വിരാജ് സുകുമാരനും നല്ല കോമ്പിനേഷനാണ്. ഇവരെ കോമഡി ആയാലും ഇവരെ ഒരു ദേഷ്യമായാലും എന്തൊക്കെയാലും കിട്ടിലൊരു വന്നിട്ടുണ്ട്. 2 കോംബോ കട്ട കേട്ടൊക്കെ തന്നെ ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പിന്നെ നിഖില വിമലായും അനശ്വര വിജയനായാലും അത്യാവശ്യം കൊടുത്ത ക്യാരക്ടറിന് നീതി പുലർത്തിയ 2 ക്യാരക്ടറുകളാണ്. പിന്നെ ഇതിൽ യോഗി ബാബു ഉണ്ട്. ഒരുപാട് കോമഡി ആക്ടേഴ്സിൽ ഇത് വന്നു പോകുന്നുണ്ട്. എല്ലാവരും കിട്ടിലോട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു മസ്റ്റ് വാച്ചബിൾ സാധനമാണ്. കാരണം വെച്ചാൽ കുടുംബത്തോടൊത്ത് നല്ല ചിരിക്കാനുള്ള കണ്ടന്റ് ഇതിലുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിപിൻ ദാസ് എന്നുള്ള സംവിധായകൻ എന്നുള്ളത് ജെ ഹേ എന്നുള്ള ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം എടുത്ത ഒരു സിനിമ കൂടെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പിന്നെ 23 വർഷത്തിന് ശേഷം ഈ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു മിന്നായം പോലെ ഒരാൾ കൂടെ വരെയാണ്. അയാളെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അയാൾ ഇതിൽ പ്രസൻസ് ആയിട്ട് നിൽക്കുകയാണ് ഈ സിനിമയിൽ. കാരണം ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ആ ഗുരുവായൂർ വെച്ച് ഉണ്ടാകുന്ന സാധനം. അത് നിങ്ങൾ സിനിമ കണ്ടവരാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അയാളെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് വല്ലാണ്ടൊരു ഫീലായി. ഒരുപാട് വർഷം പിന്നോട്ട് പോലത്തെ ഒരു അനുഭവം എല്ലാം ഉണ്ടായി. പെട്ടെന്ന് ആ സിനിമ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വല്ലാണ്ട് ഒരു കിട്ടില്ല സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. വാക്കുകളില്ല പറയാൻ. നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് കാണേണ്ട സിനിമയാണ്. ഇപ്പോഴും 65 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഇപ്പോഴും മുന്നോട്ട് ഓട്ടം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ. അത്രയ്ക്ക് ഗംഭീര റെസ്പോൺസാണ്. ടർബോ ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ കളക്ഷനിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അത്ര കിട്ടില്ല സിനിമ. മസ്റ്റ് വാച്ചബിൾ. തിയേറ്ററിൽ ഫാമിലിയോട് ചെന്ന് കാണാൻ ശ്രമിക്കുക. കിട്ടില്ല സിനിമ. ശരിക്കും ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലെന്ന് പറയില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെന്ന് സഹായിക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.